ഹായ് ഗൈസ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്തിരിക്കുന്നത് അക്രിലിക് പെയിൻറ്റിങ് ഓൺ പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പെയിൻറ്റിങ്സാണ്. ഫുൾ ബ്ലൂ കളറും സാപ്പ് ഗ്രീനും ഇതായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സീൻസ്, പ്രകൃതിയിൽ നിന്നിട്ടുള്ള ഒരു സീൻസ്. അപ്പോൾ എല്ലാവരും ഈ ട്യൂട്ടോറിയൽ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബിഗിനേഴ്സ് നിങ്ങൾ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം വീട്ടിൽ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത പിക്ചർ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് ബോക്സിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തെങ്കിലും ടെക്നിക്കൽ പരമായിട്ട് എന്തെങ്കിലും ടീച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരേ ഉള്ളൂ, അത് വേറെ വിഷയമാണ്. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ അതിനകത്തുള്ള പ്രിൻസിപ്പിളും അല്ല അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ വീട്ടിൽ ശ്രമിക്കുക. ആക്ച്വലി നമുക്ക് അതേപോലെ അതിൻ്റെ മെത്തേഡ്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സിന് വളരെയധികം അനായാസമായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ ബേസ്മെൻറ്റ് അല്ലെ ടെക്നിക്കലും കളേഴ്സൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കളേഴ്സൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഫ്യൂ കളേഴ്സ് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രമിക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, കമൻറ്റ്സ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് അവസ്ഥ. ബിക്കോസ് ഒരു ലോയസ്റ്റ് സപ്പോർട്ടിങ്ങാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും ഈ ഒരു ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിറയെ പേര് അക്രിലിക് കളേഴ്സിന് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോസ് ഒരു ഭയങ്കര സപ്പോർട്ടിങ് ആയിരിക്കും. നമുക്ക് അറിയാം, വർക്കിന് പോകുന്നവർ, അതേപോലെ തന്നെ മറ്റു എൻഗേജ്ഡ് ആയിട്ടുള്ളവർ, വൈകുന്നേരമായിരിക്കും ഫ്രീ ടൈം, ഒരു 1 hour അല്ലെങ്കിൽ അരമണിക്കൂർ കിട്ടുന്ന ആ സമയപരിധിക്കുള്ളിൽ ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സാണ്. പിന്നെ അതുമില്ലാതെ നമുക്കിപ്പോൾ എന്തായാലും ഒരു പെയിൻറ്റിങ് ആയിക്കോട്ടെ, മറ്റുള്ള ഇതായിക്കോട്ടെ, നമുക്കൊരു ബേസ്മെൻ്റ് എല്ലാം കിട്ടണം വെച്ചാൽ നമുക്ക് പഠിക്കാൻ പോകേണ്ട ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിയാത്തവർക്ക് തീർച്ചയായും എൻ്റെ വീഡിയോസ് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വൈകുന്നേരങ്ങൾ സമയം അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച അങ്ങനെയുള്ള സമയങ്ങളിൽ തീർച്ചയായും ഇങ്ങനെയുള്ള പെയിൻറ്റിങ്സ് ഒരു മണിക്കൂറോ അരമണിക്കൂറോ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ കഴിവുകൾ ഇതിലൂടെ വളർത്തിയെടുക്കാവുന്നതിനുള്ളൂ. എന്തെങ്കിലും അത് ബന്ധപ്പെട്ടിട്ട് സംശയങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ചാറ്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് പറയുക. തീർച്ചയായും ഞാൻ സഹായിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത വർക്ക് അക്രിലിക് ഇതാണെങ്കിൽ ഇത്, അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. തീർച്ചയായും അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങളിലൂടെ പലതും നമുക്ക് പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ശ്രമിക്കുക. ശരി, ഒരുപാട് സംസാരിക്കുന്നില്ല, ഇപ്പോൾ തന്നെ ടൈം ഓവറായി. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് A3 സൈസിലുള്ള ഒരു പേപ്പറാണ്. 300 GSM. കുറച്ച് നല്ല തിക്നെസ് ഉണ്ട്. നമുക്ക് 270 അല്ലെങ്കിൽ 300 GSM ചാർട്ട് പേപ്പർ വേണം യൂസ് ചെയ്യാൻ അക്രിലിക് കളേഴ്സിന്. പ്രഷ്യൻ ബ്ലൂ ആണ് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രഷ്യൻ ബ്ലൂ അക്രിലിക് കളേഴ്സിനെ നമ്മൾ കുറച്ച് തിക്കായിട്ട് അടിക്കണം. അതിന് ശേഷം സെൻറ്ററിൽ ഒരു ലൈറ്റ് സോഴ്സ്, അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ ജസ്റ്റ് കണ്ടു. അതിന് ശേഷം ആ സെൻറ്റർ മാത്രം കുറച്ച് ഹൈലൈറ്റ് ചെയ്യുക. എന്നിട്ട് ആ വൈറ്റ് കളർ ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് തന്നെ എല്ലാവിടെയും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. കളേഴ്സ് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. ഈ സൈഡിലോട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് കളർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സെൻറ്ററിൽ റൗണ്ട് ഷേപ്പിൽ മൂവ് ചെയ്യുക, ജസ്റ്റ് റൗണ്ട്. അതിൻ്റെ ഒപ്പം വൈറ്റിൻ്റെ ഒപ്പം ലൈറ്റായിട്ട് ബ്ലൂ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ചിലവിടെ ഡയറക്റ്റ് ബ്ലൂ മീൻസ് ആ ബ്ലൂ കളർ യൂസ് ചെയ്യുക. പിന്നെ ഹൈലൈറ്റ് വൈറ്റ് കളർ, കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്യുക. സെൻറ്റർ പോർഷനാണ് അതിൻ്റെ ലൈറ്റ് സോഴ്സ്. അപ്പോൾ ലൈറ്റ് സോഴ്സ് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്തിരിക്കണം, എവിടെ നിന്ന് അതിൻ്റെ പിക്ചറിൻ്റെ ലൈറ്റിംഗ് വരേണ്ടത്, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടിരിക്കണം. അതിനുശേഷം കുറച്ച് മരങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് മരങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് വന്നിട്ട് പ്രഷ്യൻ ബ്ലൂ, കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒരിക്കലും ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ ഒരിക്കലും ഡയറക്റ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ബ്ലാക്ക് ഒരിക്കലും ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ബ്ലാക്കിൻ്റെ ഒപ്പം
ബ്രൗണോ അല്ലെങ്കിൽ റെഡോ കളർ മിക്സ് ചെയ്യണം. അതിനുശേഷം ആ മരങ്ങൾ പേഴ്സ്പെക്റ്റീവ്സും അതേപോലെ തന്നെ പേഴ്സ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഒരിക്കലും പേഴ്സ്പെക്റ്റീവ് ലോസ് ചെയ്യാൻ പറ്റില്ല. ദൂരെ പോകുമ്പോൾ മരങ്ങൾക്ക് അതിൻ്റെ സൈസ് റെഡ്യൂസ് ആവുന്നു. വളരെ ബ്ലറായിട്ടുള്ള ഒരു സീനാണത് പേഴ്സ്പെക്റ്റീവിൽ കൊടുക്കേണ്ടതും. അതിനുശേഷം ഹൈലൈറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ബ്രാഞ്ചസ് വരയ്ക്കുമ്പോൾ ചില്ലകൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ തിക്കായിട്ട് അതിനുശേഷം ഭയങ്കര തിന്നായിട്ട് പോകണം. കുറച്ച് സ്റ്റിഫായിട്ട് സ്ട്രൈറ്റ് ഇങ്ങനെ കട്ടിങ് പോലെ നമുക്ക് വരയ്ക്കാം ബ്രാഞ്ചസൊക്കെ. ചിലവരെല്ലാം ഒരുപാട് കേഴ്സ്ഡായിട്ട് ഇങ്ങനെ റണ്ണിങ് ആവുന്ന പോലെയൊക്കെ വരയ്ക്കും. അതെല്ലാം ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് തരുന്നത്. അതിനുശേഷം വീണ്ടും ഹൈലൈറ്റ് പോർഷൻ അതേ ബ്രഷ് സെയിം ടൈം ആ ബ്രഷ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് അതിൻ്റെ ഗ്യാപ്സ് ഇടയിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു വിടുക. അതിനുശേഷം സെൻറ്റർ പോർഷനിൽ മാത്രം ഹൈലൈറ്റിൻ്റെ പോർഷൻ വർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് വന്നിട്ട് ലാൻഡ് താഴെയുള്ള പോർഷൻ ഒരു ഗ്രീനറി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സാപ്പ് ഗ്രീനും കുറച്ച് ബ്ലാക്കും ആഡ് ചെയ്തു. അതേസമയം സൈഡ് ബൈ നമുക്ക് ലെമൺ യെല്ലോയും ആഡ് ചെയ്യണം. സാപ്പ് ഗ്രീന് ബ്ലാക്ക് അതാണ് മേജർ കളറ്. സാപ്പ് ഗ്രീനും ബ്ലാക്കും ലെമൺ യെല്ലോ താഴത്തെ ഗ്രീനറി പോർഷനിൻ്റെ മേജർ കളേഴ്സ് അതാണ്. അതിനുശേഷം ലെമൺ യെല്ലോ ടോപ്പ് പോർഷൻ പോകുമ്പോൾ കുറച്ച് അധികം ലെമൺ യെല്ലോ മിക്സ് ചെയ്ത ഒരു ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം ടോപ്പ് പോർഷൻ പോകുമ്പോൾ. അതിനുശേഷം ഒരു കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലാൻഡിൻ്റെ ഒരു എൻഡിങ് പോർഷൻ ഉണ്ടാക്കുക. എന്നിട്ട് നമുക്ക് ലീഫിനി ആ ട്രങ്കിലെല്ലാം ബ്ലൂ കളർ പോർഷനിൽ നമുക്ക് ലീഫ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാപ്പ് ഗ്രീനും കുറച്ച് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത കളറും കുറച്ച് ലെമൺ യെല്ലോയും കൊടുത്തു. ലൈറ്റിംഗ് പോർഷൻ വർക്ക് ചെയ്യുമ്പോൾ ലെമൺ യെല്ലോ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ സൈഡ് വർക്ക് ചെയ്യുമ്പോൾ സാപ്പ് ഗ്രീനും ബ്ലാക്കും കുറച്ച് യെല്ലോ ആഡ് ചെയ്ത കളർ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ലൈറ്റ് പോർഷനിൽ വരുമ്പോൾ ലെമൺ യെല്ലോ മാത്രം നന്നായിട്ട് ഉപയോഗിക്കുക. ലെമൺ യെല്ലോ ഡയറക്റ്റ് അല്ല കേട്ടോ, അപ്പോഴും കുറച്ച് വൈറ്റോ അല്ലെങ്കിൽ കുറച്ച് ഗ്രീനോ ആഡ് ചെയ്യണം. ഞാനിവിടെ 2 കളേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഗ്രീനും അതേപോലെ തന്നെ വൈറ്റും. അതിന് ശേഷം ആ ബ്രഷ് വെച്ചിട്ട് തന്നെ സൈഡ് ആ ഗ്യാപ്സൊക്കെ ഇടയിൽ ഡീറ്റെയിൽ പോലെ കൊടുക്കുക. വൈറ്റും അതേപോലെ ലെമൺ യെല്ലോ. ഞാനിവിടെ ഉപയോഗിക്കുന്ന ബ്രഷ് വന്നിട്ട് നമ്പർ 2 ബ്രഷ്, റൗണ്ട് ബ്രഷാണ്. ഞാൻ ആകെ ഈ പെയിൻറ്റിങ്സിന് വേണ്ടിയിട്ട് 2 ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് നമ്പർ 4 ഫ്ലാറ്റ് ബ്രഷും നമ്പർ 2 റൗണ്ട് ബ്രഷും. അതിന് ശേഷം പേഴ്സ്പെക്റ്റീവ്സ് പോർഷനിൽ വർക്ക് ചെയ്യുക. അവിടെ ലെമൺ യെല്ലോ ഡയറക്റ്റ് മീൻസ് കുറച്ച് വൈറ്റ് ആഡ് ചെയ്ത് ലെമൺ യെല്ലോ കൊടുക്കുക. അതിന് ശേഷം ബുഷസ് പോലെ സ്റ്റാർട്ട് ചെയ്യുക. ഡയറക്ഷൻസ് ഇതിൻ്റെ സ്റ്റാൻഡിങ് ഡയറക്ഷനാണ്. ലോങ് സൈറ്റ് പോകുമ്പോൾ അത് സ്ലീപ്പിംഗ് ആയിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ പിന്നെ ഡയറക്റ്റായിട്ട് ബുഷസ് ഡാർക്ക് ഗ്രീൻ കളർ കൊടുത്തിട്ട് അതിന് ശേഷം ലെമൺ യെല്ലോ വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് പോലെ കൊടുക്കുക. എന്നിട്ട് അതേ ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ലീഫ് ടോപ്പിൽ. അതിന് ശേഷം ഇവിടെ അതേപോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് കുറച്ചൊരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ലൈറ്റ് സോഴ്സിൻ്റെ അവിടെ ഹൈലൈറ്റ് കൊടുക്കണം. വൈറ്റും ലെമൺ യെല്ലോയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഡീറ്റെയിലിംഗ് കുറച്ച് ലീഫ് പോലെ ഡീറ്റെയിലിംഗ് അവിടെ ഒരു ലൈറ്റിങ് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഫ്ലവേഴ്സ് ചെയ്യണം. അപ്പോൾ വൈറ്റും പ്രഷ്യൻ ബ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രഷ്യൻ ബ്ലൂ വൈറ്റും ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രഷ്യൻ ബ്ലൂ എടുക്കുക, വൈറ്റ് യൂസ് ചെയ്യുക, എന്നിട്ട് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുക. ചിലവിടെ പ്രഷ്യൻ ബ്ലൂ ജാസ്തിയായിട്ട് ഡെലിവറി ചെയ്യും. അപ്പോൾ അന്നേരം അത് കീപ്പ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഹൈലൈറ്റ് വൈറ്റ് കൊണ്ട് ഹൈലൈറ്റ് കൊടുക്കുക. ഒരിക്കലും വൈറ്റ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യില്ല, കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ ലീഫ് ഡീറ്റെയിലിംഗ് കൊടുക്കുക. എന്നാൽ മാത്രമേ അത് ഇൻസൈഡ് പോയ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. അതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള ലീഫുകളും ചെറിയ ലീഫുകൾ. അതിനുശേഷം വൈറ്റ് കളർ ഫ്ലവേഴ്സ് സ്റ്റാർട്ടിങ്ങിൽ വലിയ സൈസ് കൊടുക്കുക. അതിനുശേഷം ചെറിയ ഫ്ലവേഴ്സുകൾ ഉപയോഗിക്കുക. ചെറിയ ഫ്ലവേഴ്സ്. ഇപ്പോൾ ദൂരേക്ക് പോകുമ്പോൾ ചെറിയ ഫ്ലവേഴ്സ് കൊടുക്കണം. അതാണ് അതിൻ്റെ പേഴ്സ്പെക്റ്റീവ്സ്. ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് ലിക്വിഡായിട്ട് വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ച് ജസ്റ്റ് തട്ടുമ്പോൾ ഒരു ഡോട്ടഡ് ആയിട്ട് ഒരു സ്പ്രെഡിങ് വരും. നമുക്കിവിടെ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. നമുക്കൊരു ഡോട്ടഡ് ആയിട്ടുള്ളൊരു ടെക്സ്ചറും അല്ലെങ്കിൽ ഡോട്ടഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുക. അതിന് ശേഷം ആ പേഴ്സ്പെക്റ്റീവ്സ് ഹൈലൈറ്റ് കൊടുക്കുന്നു പതുക്കെ. അതൊരു എൻഡിങ് അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ഒരു ചെറിയൊരു വഴി പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രൈറ്റ് ലൈൻ ഇതായിട്ട് ലെമൺ യെല്ലോ യൂസ് ചെയ്തു. ഇതായിട്ട് അവസാനം നമ്മളുടെ പിക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പിക്ചേഴ്സ് ഷെയർ ചെയ്യുക. കൂടാതെ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, ക്ലിക്ക് ദ ബെൽ ഐക്കൺ, ഷെയർ, ലൈക്സ്.
ഇത്ര നേരം കണ്ടതിന് വളരെയധികം എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷം. ഓക്കെ, ബൈ.